നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഫെബ്രുവരി 2024 സുപ്രധാന സംഭവങ്ങളെക്കുറിച്ചാണ്, അഥവാ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചാണ്. അതിലാദ്യത്തെ വാർത്ത ഭാരതരത്ന പുരസ്കാരത്തെക്കുറിച്ചായിരുന്നു. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരെല്ലാമെന്നാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ബീഹാറിൻ്റെ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂർ, മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായ MS സ്വാമിനാഥൻ എന്നിവർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തികൾ. മുതിർന്ന BJP നേതാവും ഉപപ്രധാനമന്ത്രിയുമായിരുന്ന LK അദ്വാനി, ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂർ, മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായ MS സ്വാമിനാഥൻ. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ലാൽ കൃഷ്ണ അദ്വാനി എന്ന LK അദ്വാനി. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. 2024 ഭാരതരത്നം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളിയാണ് കാർഷിക ശാസ്ത്രജ്ഞനായ MS സ്വാമിനാഥൻ. 2024 ഭാരതരത്നം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളിയാണ് MS സ്വാമിനാഥൻ. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി എത്ര പേർക്ക് ലഭിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 4 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ബീഹാറിലെ സോഷ്യലിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കർപ്പൂരി ഠാക്കൂർ, രണ്ടാമത്തേത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ PV നരസിംഹറാവു, മൂന്നാമത്തേത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗ്, നാലാമത്തേത് മലയാളിയും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായിട്ടുള്ള MS സ്വാമിനാഥൻ. ഈ 4 വ്യക്തികൾക്കാണ് ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത്. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. 1950 സുപ്രീം കോടതി സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയാണ് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മാനാഞ്ചിറ. കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറയാണ് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എന്ന് പറയുന്നത്. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനമാണ് ഗോവ. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനമാണ് ഗോവ. കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കളമശ്ശേരിയിലാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനമാണ് കളമശ്ശേരിയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത്. അതിനെ കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കുന്നതിനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമായിരുന്നു അഭിനവ് ബിന്ദ്ര. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് എന്ന ഇനത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ വ്യക്തിയാണ് അഭിനവ് ബിന്ദ്ര. ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവാണ് അഭിനവ് ബിന്ദ്ര. മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ്. മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ്. ലോക്സഭയിലെ മികച്ച പ്രകടനത്തിനുള്ള 2023 ലോക്മത് പുരസ്കാരം നേടിയ മലയാളിയാണ് ശശി തരൂർ. ലോക്സഭയിലെ മികച്ച പ്രകടനത്തിനുള്ള 2023 ലോക്മത് പുരസ്കാരം നേടിയ മലയാളിയാണ് ശശി തരൂർ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയുടെ പേരാണ് ഒലേഗ് കൊനേനെൻകോ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയുടെ പേരാണ് ഒലേഗ് കൊനേനെൻകോ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 5 യാത്രകളിൽ നിന്ന് ആകെ 878 ദിവസവും 12 മണിക്കൂറിലേറെയും ഒലേഗ് കൊനേനെൻകോ ചെലവഴിച്ചു. റഷ്യയുടെ ഗെന്നഡി പഡാൽക്കയുടെ പേരിലുള്ള റെക്കോർഡാണ് ഒലേഗ് കൊനേനെൻകോ മറികടന്നത്.
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 5 യാത്രകളിൽ നിന്ന് ആകെ 878 ദിവസവും 12 മണിക്കൂറിലേറെയും ഒലേഗ് കൊനനെൻകോ ചെലവഴിച്ചു. റഷ്യയുടെ ഗെന്നഡി പെഡാൽക്കയുടെ പേരിലുള്ള റെക്കോർഡാണ് ഒലേഗ് കൊനനെൻകോ മറികടന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി കൊടുത്തു തുടങ്ങിയത്? കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി തൃശ്ശൂർ ജില്ലയിലാണ് ആദ്യമായി കൊടുത്തു തുടങ്ങിയത്. ഭാരത് അരി കൊടുത്തു തുടങ്ങിയത് തൃശ്ശൂർ ജില്ലയിലാണ്. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫൈനൽ വേദിയാണ് മെറ്റ് ലൈറ്റ് സ്റ്റേഡിയം. ഇത് സ്ഥിതി ചെയ്യുന്നത് US-ലാണ്. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫൈനൽ വേദിയാണ് മെറ്റ് ലൈറ്റ് സ്റ്റേഡിയം. ഇത് USA-യിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളാണ് USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളായ USA, മെക്സിക്കോ, കാനഡ എന്നിവയാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. പരിസ്ഥിതി ബജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ച സംസ്ഥാനമേത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കേരളം. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായ വ്യക്തിയാണ് പ്രേമ ധനരാജ്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായ വ്യക്തിയാണ് പ്രേമ ധനരാജ്. പൊള്ളലേറ്റവരുടെ പരിചരണത്തിനും പുനരധിവാസത്തിനുമായി രൂപീകരിച്ച സംഘടനയാണ് അഗ്നിരക്ഷ 1999. പൊള്ളലേറ്റവരുടെ പരിചരണത്തിനും പുനരധിവാസത്തിനുമായി രൂപീകരിച്ച സംഘടനയാണ് അഗ്നിരക്ഷ 1999. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ PR ശാരദയുടേതാണ്. PR ശാരദയുടേതാണ്. മുൻ ഹോക്കി മലയാളി താരം 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തിയാണ് NK ദേശൻ. ഒരു മുൻ ഹോക്കി താരം കൂടിയായിട്ടുള്ള N കുട്ടിക്കൃഷ്ണപിള്ള, അദ്ദേഹമാണ് NK ദേശം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്, എറണാകുളം ജില്ലയിലാണ്. മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്, കൊച്ചിയിലാണ്. 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് K-ലിഫ്റ്റ്. 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് K-ലിഫ്റ്റ് എന്നത്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇത് ഈറോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദിയാണ് പൊഖ്റാൻ. ഇത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദിയാണ് പൊഖ്റാൻ. ഇത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്ത. അദ്ദേഹം മലയാളത്തിൽ എഴുതിയ ആത്മകഥയുടെ പേരാണ് അതിജീവനം. നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി പ്രവർത്തിക്കുന്ന വിശ്വാസ് മേത്ത, അദ്ദേഹം മലയാളത്തിൽ എഴുതിയ ആത്മകഥയുടെ പേരാണ് അതിജീവനം എന്നത്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരമാണ് കാപ്പാട് കടൽ തീരം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരമാണ് കാപ്പാട്. ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ ബീച്ചും കാപ്പാടാണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ്.
രണ്ടാം സ്ഥാനം ലഭിച്ചത് തമിഴ്നാടിനും. വേദി തമിഴ്നാട്ടിലായിരുന്നു. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദിയായത് തമിഴ്നാടായിരുന്നു. ഭാഗ്യചിഹ്നമായിട്ട് വീരമങ്കൈ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വീരമങ്കൈ ആയിരുന്നു ഭാഗ്യചിഹ്നം. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ്. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടായിരുന്നു. വേദി തമിഴ്നാട്. ഭാഗ്യചിഹ്നം വീരമങ്കൈ. ഡിമെൻഷ്യ അഥവാ അൽഷമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേരാണ് ഓർമ്മത്തോണി എന്നത്. വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേരാണ് ഓർമ്മത്തോണി എന്നത്. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക. രണ്ടാം സ്ഥാനം റഷ്യയ്ക്കാണ്. മൂന്നാം സ്ഥാനം ചൈനയും 4ാം സ്ഥാനം ഇന്ത്യയുമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്ക, രണ്ടാം സ്ഥാനം റഷ്യ, മൂന്നാം സ്ഥാനം ചൈന, 4ാം സ്ഥാനം ഇന്ത്യ. ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2024 ഫെബ്രുവരിയിൽ 135ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനമാണ് കോന്നി റിസർവ് വനം. 2024 ഫെബ്രുവരിയിൽ 135ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനത്തിൻ്റെ പേരാണ് കോന്നി റിസർവ് വനം. 1888 ഒക്ടോബർ 9 കോന്നി വനമേഖല ആദ്യത്തെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. 1888 ഒക്ടോബർ 9 കോന്നി വനമേഖല രാജ്യത്തെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് വർക്കലയിലെ പാപനാശം ബീച്ചാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് വർക്കലയിലെ പാപനാശം ബീച്ചാണ്. സഞ്ചാരികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് എന്ന പ്രസിദ്ധീകരണത്തിലാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും പാപനാശം ബീച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത്. സഞ്ചാരികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് എന്ന പ്രസിദ്ധീകരണത്തിലാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും പാപനാശം ബീച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത്. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. UN എന്തു വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? UN എന്തു വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്യാമൽസ് ക്യാമൽ ഡീസ് ആണ് 2024 വർഷം. ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമാണ് 2025. ദ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ 2025. ദ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ 2025 അതാണ് ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നത്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ് അഥവാ ടൈലർ സ്വിഫ്റ്റ് ആണ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ് ടൈലർ സ്വിഫ്റ്റ് ആയിരുന്നു. മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം 4ാം തവണയും നേടുന്ന ആദ്യ വ്യക്തിയാണ് ടൈലർ സ്വിഫ്റ്റ്. മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം 4ാം തവണയും നേടുന്ന ആദ്യ വ്യക്തിയാണ് ടൈലർ സ്വിഫ്റ്റ്. ടൈം മാഗസിൻ്റെ 2023 പേഴ്സൺസ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ടൈലർ സ്വിഫ്റ്റ്. ടൈം മാഗസിൻ്റെ 2023 പേഴ്സൺസ് ഓഫ് ഇയർ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ടൈലർ സ്വിഫ്റ്റ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിസ് മൊമെൻ്റ് എന്നതായിരുന്നു. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിസ് മൊമെൻ്റ് ആയിരുന്നു. പ്രശസ്ത ഗായകൻ ശങ്കർ മഹാദേവനും തബല മാന്ത്രികനായ സക്കീർ ഹുസൈനും ഉൾപ്പെടുന്ന സംഗീത ബാൻഡായ ശക്തിയുടെ ആൽബമാണ് ദിസ് മൊമെൻ്റ് എന്നത്. പ്രശസ്ത ഗായകൻ ശങ്കർ മഹാദേവനും തബല മാന്ത്രികനായ സക്കീർ ഹുസൈനും ഉൾപ്പെടുന്ന സംഗീത ബാൻഡായ ശക്തിയുടെ ആൽബമാണ് ദിസ് മൊമെൻ്റ് എന്നത്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദികളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലഡാക്ക്, ഗുൽമാർഗ് എന്നീ പ്രദേശങ്ങളാണ്.
2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലഡാക്ക്, ഗുൽമാർഗ് എന്നീ പ്രദേശങ്ങളാണ്. ഭാഗ്യചിഹ്നം ഷീ എന്ന ഹിമപ്പുലിയാണ്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദികളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലഡാക്ക്, ഗുൽമാർഗ് എന്നീ പ്രദേശങ്ങളാണ്. ഭാഗ്യചിഹ്നം ഷീ എന്ന ഹിമപ്പുലിയാണ്. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗിൽ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ജസ്പ്രീത് ബുംറ. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് റാങ്കിംഗ് ബൗളിംഗിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ജസ്പ്രീത് ബുംറ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ. പാരീസിലാണ് ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ. ഇത് പാരീസിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത് ഫെബ്രുവരി 6-നാണ്. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനമായി ആഘോഷിക്കുന്നത് ഫെബ്രുവരി മാസം 6-ലാണ്. എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനമായി ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആയി ആഘോഷിക്കുന്നത്. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയമാണ് ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിക്കാം എന്നത്. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയമാണ് ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിക്കാം എന്നുള്ളത്. ടുഗദർ ഫോർ എ ബെറ്റർ ഇന്റർനെറ്റ് എന്നത്. ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരമാണ് ബാംഗ്ലൂരു. ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരമാണ് ബാംഗ്ലൂരു. ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരം എന്നത് ലണ്ടൻ നഗരമാണ്. 2ാം സ്ഥാനത്ത് അയർലൻഡിലെ ഡബ്ലിനാണ്. ദേശീയ സെൻസസ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 9-ആണ്. ദേശീയ സെൻസസ് ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 9-ആണ്. ഇന്ത്യ ഏത് അയൽ രാജ്യവുമായിട്ടാണ് 1643 കിലോമീറ്റർ അതിർത്തിയിൽ വേലി കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന ചോദ്യം വന്നാൽ അത് മ്യാൻമാറുമായിട്ടാണ് അതിർത്തി കെട്ടുന്നത്. ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള അതിർത്തിയാണ് 1643 കിലോമീറ്റർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടത് N. വാസുദേവനാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടത് N. വാസുദേവനാണ്. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയോടെ പുനഃസഹായത്തോടെ സൃഷ്ടിച്ച സംഗീതജ്ഞനാണ് AR റഹ്മാൻ. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടുകൂടി പുനർസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് AR റഹ്മാൻ. AR റഹ്മാനാണ് അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനർസൃഷ്ടിച്ചത്. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് VK മോഹനൻ കമ്മിറ്റി. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് VK മോഹനൻ കമ്മിറ്റി. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പിൻ്റെ പേരാണ് മാർഗദീപം എന്നത്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായിട്ട് നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പാണ് മാർഗദീപം എന്നത്. ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 4-ആണ്. ഫെബ്രുവരി 4-ആണ് ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത്. 2024 ലോക ക്യാൻസർ ദിന പ്രമേയമാണ് ചികിത്സാ വിടവ് ഇല്ലാതാക്കുക, ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നത്. 2024 ലോക ക്യാൻസർ ദിന പ്രമേയമാണ് ചികിത്സാ വിടവ് ഇല്ലാതെയാക്കുക അഥവാ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നത്. 2022 പ്രമേയത്തിൻ്റെ തുടർച്ചയാണ് ഇത്. 2024 വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് മധ്യപ്രദേശുകാരിയായ പ്രീതി രജക് ആണ്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ വ്യക്തിയാണ് മധ്യപ്രദേശുകാരിയായ പ്രീതി രജക്. കരസേനയിൽ ചേർന്ന ആദ്യ വനിതാ ഷൂട്ടിംഗ് താരമാണ് മധ്യപ്രദേശുകാരിയായ പ്രീതി രജക്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച 2ാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമനാണ്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച 2ാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമനാണ്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ വ്യക്തി മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ വനിതയും നിർമ്മല സീതാരാമനാണ്. 2024 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയമാണ് 75 രൂപ നാണയം. 2024 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയമാണ് 75 രൂപയുടെ നാണയം.
പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരൻ്റെ പേരാണ് ഇ.പി. നാരായണൻ പെരുവണ്ണാൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ്റെ പേരാണ് ഇ.പി. നാരായണൻ പെരുവണ്ണാൻ. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ്. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ആദ്യമായി തുളസീവനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. കേരളത്തിൽ ആദ്യമായി തുളസീവനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയത് USA-യിലാണ്. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയത് USA-യിലാണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്ന സ്ഥലമാണ് കാസർഗോഡ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്ന സ്ഥലമാണ് കാസർഗോഡ്. ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹഹസ്തം എന്ന പദ്ധതി. ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹഹസ്തം പദ്ധതി. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡിൻ്റെ പേരാണ് അരക വ്യൂഹം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡിൻ്റെ പേരാണ് അരക വ്യൂഹം എന്നത്. ശബ്ദകോലാഹലങ്ങളുടെ കൂട്ടായ്മ എന്നതാണ് അരകവ്യൂഹം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശബ്ദകോലാഹലങ്ങളുടെ കൂട്ടായ്മ എന്നാണ് അരകവ്യൂഹം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായി 5ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് അബുദാബിയാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി തുടർച്ചയായി 5ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് അബുദാബിയാണ്. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ എന്നത്. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ എന്നത്. ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നത്. ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നത്. 2023 ട്രാൻസ്പരൻസ് ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി കുറഞ്ഞ രാജ്യം ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഡെൻമാർക്ക്. 2023 ട്രാൻസ്പരൻസ് ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമാണ് ഡെൻമാർക്ക്. 2ാം സ്ഥാനത്ത് ഫിൻലൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 93ാമതാണ്. അഴിമതി ഏറ്റവും കൂടുതലുള്ള രാജ്യമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സൊമാലിയ ആണ്. 2023 ട്രാൻസ്പരൻസ് ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി കുറഞ്ഞ രാജ്യമാണ് ഡെൻമാർക്ക്. 2ാം സ്ഥാനത്ത് ഫിൻലൻഡും ഇന്ത്യയുടെ സ്ഥാനം 93ാമതാണ്. അഴിമതി ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് സൊമാലിയ. VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ലയാണ് പാലക്കാട്. VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ലയാണ് പാലക്കാട്. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡെവിൾ സ്ട്രൈക്ക് എന്നത്. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ഡെവിൾസ് സ്ട്രൈക്ക് എന്നത്. തുടർച്ചയായി 3ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷായാണ്. തുടർച്ചയായി 3ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷായാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ എന്ന വ്യക്തിയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ എന്ന വ്യക്തിയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവാണ് അരിയാന സെബലങ്ക. ബെലാറസുകാരിയായ അരിയാന സെബലങ്കയാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ്. ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് പോയം 3 എന്നത്. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് പോയം 3 എന്നത്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻ്റ് മോഡ്യൂൾ എന്നതാണ് പോയം. PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻ്റ് മോഡ്യൂൾ എന്നതാണ് പോയം. ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറ ലിങ്ക് എന്നത്. ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറ ലിങ്ക്.
2024 ജനുവരിയിൽ ഒരേ സമയം 3 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച ഏഷ്യൻ രാജ്യമാണ് ഇറാൻ. 2024 ജനുവരിയിൽ ഒരേ സമയത്ത് 3 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച ഏഷ്യൻ രാജ്യമാണ് ഇറാൻ. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയമാണ് ലൂവർ മ്യൂസിയം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയമാണ് ലൂവർ മ്യൂസിയം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ്. ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. 9ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നിതീഷ് കുമാർ. 9ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നിതീഷ് കുമാർ. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നിയാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലിൻ്റെ പേരാണ് ഐക്കൺ ഓഫ് ദ സീസ് എന്നത്. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നിയാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലിൻ്റെ പേരാണ് ഐക്കൺ ഓഫ് ദ സീസ് എന്നത്. ഈ കപ്പലിന് പേര് നൽകിയ ഫുട്ബോൾ താരമാണ് മെസ്സി. ഈ കപ്പലിനെ ഐക്കൺ ഓഫ് ദ സീസ് എന്ന പേര് നൽകിയത് ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? മഹാത്മാഗാന്ധിയുടെ 76ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്. 1948 ജനുവരി 30-നാണ് മഹാത്മാഗാന്ധിജി കൊല്ലപ്പെട്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭയാണ് ഛത്തീസ്ഗഡ് നിയമസഭ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭയാണ് ഛത്തീസ്ഗഡ് നിയമസഭ. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഉദയം. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഉദയം പദ്ധതി. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യ ഉത്സവ വേദിയാണ് തൃശൂർ. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവ വേദിയാണ് തൃശൂർ. ക്ഷേത്ര പരിസര സമഗ്ര വികസനത്തിനായി സമ്മേളി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ക്ഷേത്ര പരിസര സമഗ്ര വികസനത്തിനായിട്ട് സമലേയി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ഓന്തിൻ്റെ പേരാണ് വടക്കൻ കങ്കാരു ഓന്ത്. അഗസ്ത്യഗാമ എഡ്ജ് എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. അഗസ്ത്യഗാമ എഡ്ജ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. 2024 ജനുവരിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സമരം നടത്തുന്ന യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ്. 2024 ജനുവരിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സമരം നടത്തുന്ന യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ്. ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രോഹൻ ബൊപ്പണ്ണയാണ്. ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രോഹൻ ബൊപ്പണ്ണയാണ്. ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം കഠിന തടവ് അനുഭവിക്കുന്ന മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ. ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ. 2024 പാർലമെൻറ്റിലെ ഇടക്കാല ബഡ്ജറ്റ് ആരംഭിച്ചത് ഫെബ്രുവരി 1-നാണ്. 2024 പാർലമെൻറ്റിലെ ഇടക്കാല ബഡ്ജറ്റ് ആരംഭിച്ചത് ഫെബ്രുവരി 1-നാണ്. 2024 വർഷത്തെ ഇൻ്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെൻറ്റിന് വേദിയാകുന്നത് അരുണാചൽ പ്രദേശാണ്. 2024 വർഷത്തെ ഇൻ്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെൻറ്റിന് വേദിയാകുന്നത് അരുണാചൽ പ്രദേശ് ആണ്. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെയാണ്. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തിരിക്കുന്നത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെയാണ്. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയുടെ പേരാണ് ആനി ജോർജ്. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയുടെ പേരാണ് ആനി ജോർജ് മാത്യു എന്നത്. 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ്റെ പേര് അരവിന്ദ് പനഗാരിയ എന്നാണ്. 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ്റെ പേരാണ് അരവിന്ദ് പനഗരിയ. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ഇൻസാറ്റ് 3DS എന്നത്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്നത്. തമിഴ്നാട്ടിൽ നടക്കുന്ന
ഖേലോ ഇന്ത്യ യുവജന കായികമേളയിൽ സ്വർണം നേടിയ മലയാളി താരമാണ് അലനിസ് ലില്ലി ക്യുബെല്ലോ. തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യുവജന കായികമേളയിൽ സ്വർണം നേടിയ മലയാളി താരത്തിൻ്റെ പേരാണ് അലനിസ് ലില്ലി ക്യുബെല്ലോ എന്നത്. 7ാമത് സുഗന്ധ വ്യഞ്ജന ആഗോള സമ്മേളന വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊച്ചിയാണ്. 7ാമത് സുഗന്ധ വ്യഞ്ജന ആഗോള സമ്മേളന വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കൊച്ചിയാണ്. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ്. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ്. സംസ്ഥാനത്ത് മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജ് വരെയുള്ളവർ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സിവിൽ ജഡ്ജി എന്നത്. സംസ്ഥാനത്ത് മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജ് വരെയുള്ളവർ ഇനി മുതൽ അറിയപ്പെടുന്ന പേരാണ് സിവിൽ ജഡ്ജ് എന്നത്. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് സ്പർശ് എന്ന് പറയുന്നത്. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് സ്പർശ്. ലോക സീബ്ര ദിനമായി നിശ്ചയിച്ചിരിക്കുന്നത് ജാനുവരി 31. ലോക സീബ്ര ദിനമായി ആചരിച്ചിരിക്കുന്നത് ജാനുവരി 31. ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീ ശങ്കര പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയുടെ പേരാണ് എസ് സോമനാഥ്. ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീ ശങ്കര പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് എസ് സോമനാഥ്. കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകളാണ് നേച്ചേഴ്സ് ഫ്രഷ് എന്നത്. കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകളാണ് നേച്ചേഴ്സ് ഫ്രഷ് എന്നത്. 2024 ജനുവരിയിൽ മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ശ്രീ കെ രാജഗോപാലാണ്. 2024 ജനുവരിയിൽ മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ശ്രീ കെ രാജഗോപാലാണ്. ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദിയാണ് തൃശ്ശൂർ. ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തൃശ്ശൂരിനെയാണ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവിൻ്റെ പേരാണ് CV ആനന്ദ ബോസ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവിൻ്റെ പേരാണ് CV ആനന്ദ ബോസ്. CV ആനന്ദ ബോസ് മുൻ IAS ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ നിലവിൽ വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണറാണ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് CV ആനന്ദ ബോസ്. ലോകത്തെ 500 വലിയ കമ്പനികളുടെ ഹാറൂൺ 2023 പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ലോകത്തെ 500 വലിയ കമ്പനികളുടെ ഹാറൂൺ 2023 പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയമാണ് ബീറ്റ് ലെപ്രസി എന്നത്. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയമാണ് ബീറ്റ് ലെപ്രസി എന്നത്. ദേശീയ അണ്ടർ വനിത 23 വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് കേരളമാണ്. ദേശീയ തലത്തിലുള്ള 23 വയസ്സിൽ താഴെയുള്ള വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് കേരളമാണ്. ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് ചമ്പൈ സോറൻ. ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് ചമ്പൈ സോറൻ. പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ 2024 ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണമാണ് 80. പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 80 ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നത്. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നത്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നതാണ് 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 2. ബാസിസ് അക്കാഡമി നൽകുന്ന ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്